രണ്ട് അസിസ്റ്റും ഒരു ഗോളും ലാമിൻ യമാൽ പൊളിച്ചടുക്കി. കാറ്റലോണിയൻ ഡെർബിയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. 1-4 ഗോളിന്റെ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എസ്പാനിയോളിനെതിരെ സ്വന്തം തട്ടകത്തിൽ. അപ്പോൾ ഈ ഒരു മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ബാഴ്സലോണ ഫാൻ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 700 സബ്സ്ക്രൈബിലേക്ക് എത്താൻ ഇനി വേണ്ടത് വെറും 20 സബ്സ്ക്രൈബ് ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആദ്യ 11ലേക്ക് കൂടി നോക്കാം. ഫസ്റ്റ് 11ലേക്ക് വരുമ്പോൾ ഞാൻ കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം ബാഴ്സലോണ കളിക്കേണ്ടതുണ്ട് 15-ാം തീയതി. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് കളിക്കാനിരിക്കെ ബാഴ്സലോണ കുറേയേറെ മാറ്റങ്ങൾ അവരുടെ ടീമിൽ വരുത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്ര കണ്ടുള്ള മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. 2 വിങ് ബാക്കുകളെയും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ ഗാവി വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാഴ്സയുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. പെഡ്രിയെ 90 മിനിറ്റ് കളിപ്പിച്ചു. ലാമിൻ യമാലിനെയും 90 മിനിറ്റ് കളിപ്പിച്ചു. ഞാൻ ഈ 2 പ്ലേയേഴ്സിനെയും ഈ ഒരു മാച്ചിൽ ആദ്യ 11 ഈ 2 പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തത്തില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ആദ്യ 11 ഈ 2 പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി അവർ 90 മിനിറ്റും കളിപ്പിച്ചു. ബാഴ്സലോണയെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ആകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 പ്ലേയേഴ്സിനെ 90 മിനിറ്റും കളിപ്പിച്ചത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പെർഫോമൻസിലേക്ക്, അതായത് ബാഴ്സയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആദ്യമേ ഗോളിൽ തുടങ്ങാം. ബാഴ്സയുടെ ഫസ്റ്റത്തെ ഗോൾ ഒരു കോർണറിൽ നിന്നാണ് ഫസ്റ്റത്തെ ഗോൾ ബാഴ്സ സ്കോർ ചെയ്യുന്നത്, ഫെറാൻ ടോറസ്. ആ ഒരു ഗോളിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ, സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു മാച്ചിൽ 7, 8, 9 ഒക്കെ കോർണേഴ്സ് ബാഴ്സ വിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാച്ച് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ള മാച്ചിൽ 7 കോർണർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. ഈ മാച്ചിലും ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ 7 കോർണേഴ്സ് ഈ മാച്ചിലും വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ കോർണർ ആയിരുന്നു, അത് വളരെ കിടിലനായിട്ടുള്ളൊരു കോർണർ ആയിരുന്നു. ആ ഒരു കോർണർ എടുക്കുന്ന സമയത്ത് പൗ കുബാർസി അതുപോലെ തന്നെ ഒരു എസ്പാനിയൽ പ്ലെയർ ആ ഒരു സെന്റർ പൊസിഷനിലുണ്ട്. അവർക്ക് നേരെയാണ് ആ ഒരു കോർണർ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൈനിൽ കൂടെയാണ് ആ ഒരു കോർണർ ട്രാവൽ ആണ് ബോൾ. അപ്പോൾ കീപ്പറിന് അവർ ആ ഒരു പൊസിഷനിൽ അവരില്ലെങ്കിൽ കീപ്പറിന് ആ ബോൾ പഞ്ച് ചെയ്ത് കളയാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ആ പൊസിഷനിൽ അവർ വന്നതോടുകൂടി കീപ്പർ അവിടെ ബ്ലോക്കായി ഫുള്ളായിട്ട്. കീപ്പറിന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അതിനുശേഷം ഫെറാൻ ടോറസിന്റെ നല്ലൊരു ഹെഡർ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഫെറാൻ ടോറസിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെറാൻ ടോറസിന്റെ പെർഫോമൻസ് ഒട്ടും ഫിനിഷിങ്ങിൽ ഒരു രീതിയിലും ഒരു കോൺട്രിബ്യൂഷൻസ് നൽകുന്നില്ല. ഇപ്പോൾ വരുന്ന, അതായത് ഓരോ മാച്ച് കഴിയുന്തോറും ആളുടെ പെർഫോമൻസ് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുടെ ഒരു മോശം സീസണാണ് ഈ ഒരു സീസൺ എന്നൊക്കെ. പക്ഷെ ഈ ഒരു മാച്ചിൽ ഫിനിഷിങ് വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ അതൊരു കിടിലൻ ഗോളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ലാമിൻ യമാലിന്റെ ആ ഒരു പാസ്, വാട്ട് എ പാസ് മാൻ, കിടിലൻ ഒരു പാസ്സാണ് ലാമിൻ യമാൽ നൽകിയിട്ടുള്ളത്. ആ ഒരു കർവിംഗ് ബോള്, ഗ്രൗണ്ടർ, സ്ഥിരം ലാമിൻ യമാൽ നൽകുന്ന ഒരു ബോളാണ്. സാധാരണ ടച്ച് ചെയ്ത് കീപ്പറിനെ മറികടന്നിട്ട് അടിക്കുക എന്നതാണ് സാധാരണ ആ ഒരു ബോളിൽ എല്ലാവരും ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ സൈഡ് നെറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ അകത്തേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ ആ ഒരു ബോളിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം തന്നെ അത് അടിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ച് തന്നേ പറ്റും. ഫെറാൻ ടോറസിനെ സംബന്ധിച്ച് അത് ഒരു കിടിലൻ ഫിനിഷാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അത് മതി. ഒരു സെന്റർ ഫോർവേഡിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ഫിനിഷ് ചെയ്യണമെന്നൊന്നുമില്ല, ഗോൾ ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അത് ചെയ്തു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ 2 ഗോളിന്റെ ഒരു കിഡിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡിലായിരുന്നു ബാഴ്സലോണ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ എസ്പാനിയോളിനെ കണ്ടിട്ടേ ഇല്ല ആരും. എസ്പാനിയോളിന് ഒരു രീതിയിലും ഫസ്റ്റ് ഹാഫിൽ ഒരു ഇമ്പാക്റ്റും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ മാറി എന്നതാണ്. സെക്കൻഡ് ഹാഫിൽ തുടക്കം മുതൽ ബാഴ്സ കുറേ അറ്റാക്കുകളൊക്കെ ചെയ്തു, ഒരു അറ്റാക്കും ഫിനിഷ് ആയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ബാഴ്സ കളിക്കുന്ന ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഹൈ ലൈൻ, ഹൈ അറ്റാക്കിംഗ് ഫുട്ബോളാണ്. ഇങ്ങനത്തെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് അവർക്ക് 2 വീക്ക്നെസ് ആണുള്ളത്. ഒന്ന് ആ ഒരു ബാക്ക് ലൈന്, ഹൈ ലൈൻ ആയത് അതൊരു വീക്ക്നെസ് ആണ്. രണ്ടാമത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർ ഡിഫെൻഡിങ് ചെയ്യണത് അറ്റാക്ക് ഉപയോഗിച്ചിട്ടാണ്. അതായത് ചുമ്മാ തിരമാല കണക്ക് അറ്റാക്ക്. എന്നാൽ ഈ അറ്റാക്കുകൾ ഫിനിഷ് ആയില്ലെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ ഗോളാകണം, ഇല്ലെങ്കിൽ കീപ്പർ സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വെളിയിലെങ്കിൽ അടിക്കാൻ പറ്റണം. അങ്ങനെ പറ്റാത്ത സാഹചര്യം വന്നാൽ, അതായത് ഫൈനൽ തേർഡിൽ പാസ് ബ്രേക്ക് ആകുക, അതുപോലെ തന്നെ ബ്ലോക്ക് ആകുക, ഷൂട്ട് ബ്ലോക്ക് ആകുക, മിസ് പാസുകൾ, മിസ്റ്റേക്സ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ
അത് ടീമിന് വലിയ തലവേദനയാകുന്നു. അത് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത്. തുടക്കം മുതൽ ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ വെക്കൊണ്ടിരുന്നത്. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗോൾ കൂടെ അടിച്ച് അവർ 2-2 സമനില ആക്കുമോ എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവരുടെ ഗോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബാഴ്സയുടെ ഒരു അട്ടർ മിസ്റ്റേക്കാണ്. 2 മിസ്റ്റേക്ക്. ഒന്നാമത്തേത് അതൊരു ത്രോയിനാണ്. ഒരു ത്രോയിന് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഡിഫൻസിന്റെ ബാക്കിൽ കൂടെ ത്രോയിങ് സമയത്ത് ഓഫ് സൈഡിലല്ലോ, ഡിഫൻസിന്റെ ബാക്കിൽ കൂടെ പ്ലേയേഴ്സ് വരും, അത് കോമൺ ആണ്. അങ്ങനെ വരുന്ന പ്ലേയേഴ്സിനെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം. മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, ആ പ്ലെയറിലേക്ക് ബോൾ വന്നു, ആ പ്ലെയർ ഈസി ആയിട്ട് ക്രോസ് ചെയ്തു. അത് ഫസ്റ്റത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ക്രോസ് വരുമ്പോൾ അത് ഡിഫെൻഡിങ് ചെയ്യുമോ, അത് എവിടെയെങ്കിലും ഡിഫ്ലക്റ്റ് ആയിട്ട് ബോൾ ബോക്സിനകത്ത് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലെയർ വേണം. അവിടെ ഒരു ഡിഫെൻസീവ് മിഡോ സെൻട്രൽ മിഡ് കളിക്കുന്ന ഒരു പ്ലെയർ അവിടെ വേണം. അവിടെ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുക, ഫുൾ ഓപ്പൺ ആയിട്ട് ഒരു സർക്കിൾ ഓഫ് ഏരിയ ഓപ്പൺ ആയിട്ട് കിടക്കുക. അവിടേക്ക് വന്ന ആ ഒരു എസ്പാനോൾ പ്ലെയർ കിടിലനായിട്ട് ഫിനിഷ് ചെയ്തു. വേറെ ലെവലിലുള്ള ഒരു ഫിനിഷ് ആയിരുന്നു. അതിനുശേഷം അവർ രണ്ടാമത്തെ ഗോൾ അടിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ വെക്കൊണ്ടിരുന്നു. കുറെ കോർണേഴ്സ്, കുറെ സെറ്റ് പീസ് ഒക്കെ അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവർ ഈ സീസണിൽ നേടിയിട്ടുള്ള ഗോളുകളിൽ കൂടുതൽ ഗോളുകളും അവരുടെ ഡിഫൻഡേഴ്സാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല സെറ്റ് പീസിൽ നിന്ന് കൂടുതൽ ഗോളുകൾ കണ്ടെത്തുന്ന ടീമാണ്. ഇത് കമന്ററിയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് അതിന്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ കമന്ററിയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ടീം ആയതുകൊണ്ട് തന്നെ സെറ്റ് പീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ കൂടെ കൺസിഡർ ചെയ്ത് 2-2 സമനിലായി പോകുമോ എന്നത് എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ആ 2 ഗോൾ വരുന്നത്. ലാമിൻ യമാലിന്റെ ഗോള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് യമാൽ ലക്കിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കീപ്പർ ആ ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പോൾ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ലൈനിൽ യമാൽ കാല് വയ്ക്കുവാണ്. അത് 2 കൈ സൈഡിലേക്ക് കൊടുത്തിട്ട് കാല് വയ്ക്കുവാണ്. കൃത്യം അത് ടച്ചായിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നു. അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഫ്രണ്ടിലേക്ക് പോകുന്നു, ആൾ ആ ബോളിനെ ക്യാരി ചെയ്യുന്നു. അതിനുശേഷം ആള് ഗോൾ ആക്കുന്നതിന് മുമ്പ് സെലിബ്രേറ്റ് ചെയ്തു. ഗോൾ ആകുന്നതിന് മുമ്പ് അത് സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഗോളാക്കി. അങ്ങനെ 3-1. ഞാൻ ആ രീതിയിൽ സ്കോർ തീരുമെന്നിരിക്കുമ്പോഴാണ് ആ ഒരു ഗോൾ വരുന്നത്. വേറെ ലെവൽ ഗോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മാച്ചിൽ ഏറ്റവും കിടിലൻ ഗോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഗോളാണ്. കിടിലൻ ഗോളാണ്. അത് നമ്മൾ ആ ഒരു ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർസെപ്ഷൻ ആണ്. ഈ ഒരു റൊണാൾഡോ അറോജോയുടെ ഒരു ഇന്റർസെപ്ഷൻ. അതിനുശേഷം ലാമിൻ യമാലിന് ആ ഒരു ബോൾ വരുന്നു. യമാല് ആണ് ആ ഒരു ബോള് ആദ്യത്തെ യമാലിന്റെ അസിസ്റ്റ്, രണ്ടാമത്തെ അസിസ്റ്റ് പോലെ ഒരു ബോൾ നേരെ ഫ്രണ്ടിലോട്ട് വെക്കുവാണ്. ഫ്രങ്കി ഡിജോങ് കുറെ മാച്ച് സെഞ്ചുറിന് ശേഷം തിരിച്ചു വരുവാണ്. അപ്പോൾ ഫ്രങ്കി ഡിജോങ് ആ ബോൾ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, താൻ ആരാണ്, ഫ്രങ്കി ഡിജോങ് എത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്, എത്രയും ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നതൊക്കെ തെളിയിച്ചൊരു മൂവ്മെന്റ് ആയിരുന്നു. ബോൾ അങ്ങ് ഹോൾഡ് ചെയ്ത് കളഞ്ഞങ്ങേരി. ഞാൻ ആ കീപ്പറിന് മറികടന്ന് അടിക്കുന്നെന്ന് വിചാരിച്ച, പക്ഷെ അവിടെ ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ് ഈ ഒരു റാഷ്ഫോർഡിന്റെ ഒരു ബ്രില്യൻ ഫിനിഷാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-4 ഗോളിന്റെ വിജയം സ്വന്തമാക്കി. പെർഫോമൻസിലേക്ക് വരുമ്പോൾ യമാൽ കഴിഞ്ഞ കുറേ മാച്ചസ് ആയിട്ട് ആൾ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഗോൾ അസിസ്റ്റ് ഒന്നും കൂടുതൽ വരുന്നില്ല. അപ്പൊ ഈ മാച്ചിൽ ആ ഒരു പരാതിയൊക്കെ തീർത്തിരിക്കുകയാണ്. 2 അസിസ്റ്റും 1 ഗോളും. 10 out of 10 പെർഫോമൻസ് ആണ്. 10ൽ 10 റേറ്റിംഗ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. കിടിലൻ കളി, കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയാനില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ആൾ നടത്തിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് പെഡ്രിയാണ്. പെഡ്രിയെ സംബന്ധിച്ച് ആള് വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ഈ മാച്ചിൽ. മിഡ്ഫീൽഡിൽ മൊത്തത്തിൽ അങ്ങ് നിറഞ്ഞ് കളിച്ചു. സാധാരണ പെഡ്രിക്ക് മിഡ്ഫീൽഡിൽ എടുക്കേണ്ട എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിന്റെ അത്ര എടുക്കേണ്ട വന്നിട്ടില്ല ഇന്നത്തെ മാച്ചിൽ. കാരണം ഗാവി മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഗാവി കളിച്ച അത്രയും സമയം വളരെ മികച്ച രീതിയിൽ ഗാവി കളിച്ചിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഗാവി ഒരു യെല്ലോ കാർഡ് വാങ്ങി, അത് വേറെ കഥ. അറിയാലോ, ഗാവിയുടെ കളി കാണുന്നവർക്ക് അറിയാം, ആള് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കാർഡ് വാങ്ങും, അത് ഉറപ്പാണ്. അപ്പോൾ ആള് കിടിലനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് ഈ ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു പെഡ്രിക്ക് ആ ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെഡ്രിക്ക് പങ്കരായിട്ട് പെഡ്രി എഫേർട്ട് ഇട്ട് കളിക്കേണ്ട ആവശ്യം പെഡ്രിക്ക് വന്നിട്ടില്ലായിരുന്നു. 8 പെഡ്രിയുടെ റേറ്റിംഗ്. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പെഡ്രി. പിന്നെ എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് ഫെറാൻ ടോറസ് ആണ്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഒട്ടും ഫോമല്ല, ആള് ബാഴ്സ ആളെ നിൽക്കും എന്ന രീതിയിലൊക്കെ ഇപ്പൊ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫെറാന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആൾ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. 2 ഗോൾ അടിച്ചു. ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറിനെ സംബന്ധിച്ച് ഗോൾ അടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ആൾ ചെയ്തു. പക്ഷേ ആളുടെ ഫസ്റ്റ് ടച്ച് വളരെ പൂവർ ആയിട്ടുള്ള ഫസ്റ്റ് ടച്ച് ആണ്. ആദ്യ പകുതിയിലൊക്കെ എത്രയോ തവണ നമ്മൾ കണ്ടു
ഫസ്റ്റ് ടച്ച് മിസ്സാകുന്നു, ബോൾ കാലി തട്ടി, അതായത് ബോൾ റിസീവ് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ പോവാണ് ബോൾ അങ്ങനെ മിസ് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ മൂമെന്റ്സ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു സെന്റർ ഫോർവേഡ് ചെയ്യേണ്ടത് എന്താണ്? ഗോൾ അടിക്കുക. 2 ഗോൾ അടിച്ചിട്ടുണ്ട്, അത് മതി. ഇനി നോക്കുന്ന സമയത്ത് എറിക് ഗാർഷ്യയെ സംബന്ധിച്ച് ഏതാ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? മിഡ്ഫീൽഡറായിട്ട് കളിക്കേണ്ടി വരും. ഒരു പകുതി ആകുമ്പോൾ ആൾ ഡിഫൻഡറായി മാറും. എന്ത് ചെയ്യാം, അവസ്ഥയാണ് ഓരോരോ അവസ്ഥ. അപ്പോൾ ആള് ആദ്യ പകുതി ഫുള്ളായിട്ട് മിഡ്ഫീൽഡർ ആയിരുന്നു, രണ്ടാം പകുതി ഫുള്ളായിട്ട് ഡിഫൻഡർ ആയിരുന്നു. എവിടെ കളിപ്പിച്ചാൽ ആൾ കളിക്കുമല്ലോ, അപ്പോൾ അത് വേറെ സീനൊന്നുമില്ല. ഈ മാച്ചിൽ 7.6 റേറ്റിംഗ് ഉണ്ട്. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഡിഫൻസിലായാലും അതുപോലെ തന്നെ ആളുടെ ഭാഗത്തു നിന്ന് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ആയാലും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, നല്ല കിടിലൻ ഷൂട്ട് ഉണ്ടായിരുന്നു. നേരെ കീപ്പർ അത് വീണ് കിടന്നാണ് സേവ് ചെയ്തത്. അതിനുശേഷം ഫെർമിൻ്റെ അടുത്ത് വരും, ഫെർമിൻ അത് അടിക്കും, അതിനെയും കീപ്പർ സേവ് ചെയ്യുന്ന ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ അങ്ങനെ ഒരു കിടിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് എറിക് ഗാർഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാവി സംബന്ധിച്ച് ഈ ഒരു മാച്ചിൽ ഗാവിയെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു മാച്ചിൽ ബാഴ്സയ്ക്ക് ഒരു ലെഫ്റ്റ് വിങ്ങർ ഇല്ലാതെയാണ് ബാഴ്സ കളിച്ചത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു ഗാവി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെന്ററിലും ഗാവിയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ലെഫ്റ്റ് സൈഡ് ചുറ്റിപ്പറ്റി തന്നെയാണ് ഗാവി കളിച്ചിട്ടുണ്ട്. പക്ഷെ ലെഫ്റ്റിൽ കൂടെയുള്ള അറ്റാക്കുകളൊന്നും ഗാവി ചെയ്തിട്ടില്ല. പക്ഷെ ഗാവിക്ക് കൊടുത്തിട്ടുള്ള കാര്യം അത് ആൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിന് ബാഴ്സലോണയുടെ സ്ക്വാഡിൽ അത്ര കണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ടുള്ള പ്ലെയറാണ് ഗാവി. ആള് ഒരു ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നു, പിന്നെ ഒരു ഇഞ്ചുറി പറ്റി, ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ആൾക്ക് ഹാൻസി ഫ്ലിക്കിന്റെ ഈ ഒരു കാലയളവിൽ ഒരു 80% സമയം ആൾക്ക് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആൾക്ക് ഇനിയുള്ള മാച്ചുകളിലൊക്കെ കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആൾ സ്ഥിരമായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. അതിലൊരു സംശയമുണ്ട്, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. അടുത്ത് ഫെർമിൻ ലോപ്പസ് സത്യം പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് പ്ലെയറാണ്. അത് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൾ കിടിലനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. അറ്റാക്കിംഗ് മിഡ് പൊസിഷനാണ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റൈറ്റ് സൈഡിൽ യമാല് ഫ്രണ്ടിൽ കളിക്കുമ്പോൾ അവിടെ ആ ഒരു ഏരിയ ആ ഒരു മിഡ്ഫീൽഡും വിങ്ങും ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ ആൾ സ്ഥിരം അവിടെ ഒരു ത്രെഡായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കിടിലൻ കളിയായിരുന്നു ആളുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫൻസിലേക്ക് വരാം. അവിടെ കുബാർസി കഴിഞ്ഞ മാച്ച് റെഡ് കാർഡ് വാങ്ങിപ്പോയ പ്ലെയറാണ്. അപ്പോൾ കുബാർസിയും അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേരാണ് ഈ ജെറാഡ് മാർട്ടിന്റെ പേര്. കാരണം ജെറാഡ് മാർട്ടിനെ ബാഴ്സ ഈ മാച്ച് കളിപ്പിക്കാനേ പാടില്ലായിരുന്നു. ആൾക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു ഇഞ്ചുറി പറ്റി. ഞാൻ ഈ മാച്ച് ആളെ കളിപ്പിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഈ മാച്ച് കളിപ്പിക്കാനേ പാടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആൾക്കൊരു ഇഞ്ചുറി പറ്റി. അടുത്ത മാച്ചിൽ ആൾ കളിക്കുമോ അതിനെ പറ്റിയോ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും എനിക്ക് അറിയാൻ മേല. ഞാൻ ഈ ഒരു മാച്ച് കഴിഞ്ഞ പാടെ ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആൾക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് ബാഴ്സയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയെ സംബന്ധിച്ച് 5 സെൻറ്റർ ബാക്ക് ആണുള്ളത്. സെൻറ്റർ ബാക്ക് പുഷ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് 5 പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊരാൾക്ക് ഇഞ്ചുറിയാണ്. പിന്നെ ഉള്ള 4 പ്ലേയേഴ്സ്, ആ 4 പേര് ആദ്യ 11 കളിക്കുവാണ്. 2 പേര് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നു, ഒരാൾ മിഡ്ഫീൽഡിൽ കളിക്കുന്നു, ഒരാൾ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നു. എന്തൊരു അവസ്ഥയാണ്. ഒരു സെൻറ്റർ ബാക്കിന് ഇഞ്ചുറി പറ്റുമ്പോൾ ബെഞ്ചിൽ ആളില്ല, ഒരു സെൻറ്റർ ബാക്ക് ഇല്ല ബെഞ്ചിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. സ്കോർ ഡെപ്ത് ഒട്ടുമില്ല ബാഴ്സയ്ക്ക് സ്കോർ ഡെപ്ത് ഒട്ടുമില്ല എന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജെറാഡ് മാർട്ടിനെ ഈ മാച്ച് ഫുള്ള് കളിപ്പിക്കാനേ പാടില്ലായിരുന്നു, കളിപ്പിച്ചു. ഓക്കെ, ആൾക്ക് ഇഞ്ചുറി പറ്റി. സെക്കൻഡ് ഹാഫിൽ ആളെ റീപ്ലേസ് ചെയ്തു. അത് മാത്രമല്ല പെഡ്രിയെ ഞാൻ ആദ്യ 11 പെഡ്രിയും കളിക്കുമെന്ന് വിചാരിച്ചില്ല. പെഡ്രിയെ ഞാൻ കളിപ്പിച്ചു. അത് ഫുൾ ടൈം 90 മിനിറ്റ് കളിപ്പിച്ചു. പിന്നെ ലാമിൻ യമാലിനെ കളിപ്പിച്ചു. യമാലിനെ 90 മിനിറ്റ് കളിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. യമാലിന്റെ പൊസിഷനിലാണെങ്കിൽ യമാലിന് റെസ്റ്റ് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂണി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, റൂണി ബാൾജെ, കിടിലൻ പ്ലെയറാണ്. ആള് ആ ഒരു ഫ്ലാറ്റന്റെ നാട് ആയിട്ടുള്ള സ്വീഡനിലുള്ള പ്ലെയറാണ്. ആള് കിടിലനായിട്ട് കളിക്കും. ആൾക്കൊരു അവസരം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് കളിക്കാനുണ്ട്. പിന്നെ ലാലിഗയിൽ ഓൾറെഡി 6 പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്നല്ലോ. ഈ മാച്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് 6 പോയിന്റിന്റെ ലീഡുണ്ട്. ഈ മാച്ച് ഇപ്പോൾ ജയിച്ചു, 9 പോയിന്റ് ലീഡ് ആയിട്ടുണ്ട്. ലാലിഗ ഓൾമോസ്റ്റ് ബാഴ്സ തൂക്കി, അത്രേ ഉള്ളൂ. ഇനി 7 റൗണ്ട് മാച്ച് ഉണ്ട്. അതിൽ 2 മാച്ച് തോറ്റാൽ പോലും ബാഴ്സ തന്നെയാണ് 1ാം സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് സുഖമായിട്ട് ലാലിഗ ഇത്തവണ കൂടെ നേടാൻ പറ്റും എന്നത് ഒരു സംശയമില്ല. ഇനി ചാമ്പ്യൻസ് ലീഗാണ് നമ്മൾ നോക്കി കാണേണ്ടത്, എന്താണ് അവസ്ഥയാകുമെന്നത്. റൊണാൾഡോ അറോജയെ പല
എനിക്ക് വരുന്ന കമന്റ്സിൽ പകുതി പേരും റൊണാൾഡോ അറോജയെ ട്രോളുന്നവരാണ്. ഞാൻ ട്രോളിട്ടൊന്നുമില്ല, പക്ഷെ ആള് ചെയ്യുന്ന മിസ്റ്റേക്സ്, അതിനെക്കുറിച്ച് മിസ്റ്റേക്കുകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാച്ചിൽ ആള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. 7.3 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് എന്നതാണ്. പിന്നെ സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഫ്രെങ്കി ഡിജോങ് തിരിച്ചു വന്നൂടെ? അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഫ്രെങ്കി ഡിജോങ്ങും പെഡ്രിയും ഒരുമിച്ച് ആ ഒരു മിഡിൽ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് ബാഴ്സയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ ഫിഫണി നമ്മൾ കണ്ടതാണ്, ഈ ഫിഫണി കണ്ടതാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇഞ്ചുറിയാണ് ഫുൾ ടൈം. ഒരാൾ വരുമ്പോൾ വേറൊരാൾക്ക് ഇഞ്ചുറി, വേറൊരാൾ വരുമ്പോൾ ഒരാൾക്ക് ഇഞ്ചുറി, ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആള് തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത മാച്ചിൽ അതായത് അത്ലറ്റിക് മാഡ്രിഡിനെതിരെയുള്ള മാച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം നോക്കാം. അപ്പോൾ ആള് തിരിച്ചു വന്നു, ആള് നന്നായിട്ട് കളിച്ചു, ഒരു അസിസ്റ്റ് കിഡിലനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സബ്ബായിട്ട് ഇറങ്ങിയ പ്ലേയേഴ്സിൽ റാഷ്ഫോർഡിനെ കുറിച്ച് പറയണം. കാരണം ബാഴ്സയുടെ ഒരു പ്രതീക്ഷയാണ് റാഷ്ഫോർഡ്. കാരണം ഈ മാച്ചിൽ റാഷ്ഫോർഡിനെ ബെഞ്ച് ചെയ്യാനുള്ള കാരണം റെസ്റ്റ് കൊടുത്തതാണ് റാഷ്ഫോർഡിന്. അടുത്ത മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തേ പറ്റൂ റാഷ്ഫോർഡ്. ആദ്യം വന്ന പാട് തന്നെ ആ റാഷ്ഫോർഡിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. കീപ്പർ ഒരു ഡിഫൻഡർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തിട്ട് റാഷ്ഫോർഡ് ഷൂട്ട് അടിക്കണം. അതിന് പകരം വെച്ച് ഒരുമാതിരി, അതായത് ഈസി ചാൻസ് ആയിരുന്നു അത് പക്ഷേ ഗോളാക്കിയില്ല. പക്ഷെ കുറച്ച് കഷ്ടമായിട്ടുള്ളൊരു ചാൻസ് വന്നപ്പോൾ അത് ഗോളാക്കി. അത് ഈ ഫീഫണി നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈസി ആയിട്ടുള്ള ചാൻസ് ഒക്കെ റാഷ്ഫോർഡ് മിസ്സാക്കും. കുറച്ച് കഷ്ടം ആയിട്ടുള്ള ചാൻസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഗോളാക്കി കളയും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് റാഷ്ഫോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്ത മാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റാഷ്ഫോർഡിന്റെ പെർഫോമൻസ്. കാരണം ഒരു സൈഡിൽ യമാൽ എന്തായാലും നന്നായിട്ട് കളിക്കും, മറു സൈഡിൽ റാഷ്ഫോർഡ് കളിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റാഫീഞ്ഞയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ റാഫീഞ്ഞയുടെ ആ ഒരു വിടവാണ് റാഷ്ഫോർഡ് നികത്തേണ്ടത്. അപ്പൊ അതാണ് എക്സ്പെക്ടേഷൻ, അതാണല്ലോ. അപ്പൊ അത് റാഷ്ഫോർഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാറ്റലോണിയൻ ഡെർബി 1-4 ഗോളുകൾക്ക് എസ്പാനിയോളിനെ സ്വന്തം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 9 പോയിന്റിന്റെ ക്ലിയർ ലീഡ് ബാഴ്സയ്ക്കുണ്ട്. 7 റൗണ്ട് മാച്ച് ബാക്കിയിരിക്കെ. ഇനി അങ്ങോട്ടൊരു 2 മാച്ച് തോറ്റാൽ പോലും ലാലിഗ സുഖമായിട്ട് ബാഴ്സയ്ക്ക് തൂക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.